ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT കേരളയുടെ ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ വരാൻ പോകുന്ന എക്സാമിന്റെ ഒരു മോഡലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് വന്നിട്ട് 40 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതായത് 18 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു 18 ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. ഈ 4 ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് 4 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം 4 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Question number 1. Arrange the columns in the table given below in the appropriate order and select the correct answer from the options given. അപ്പോൾ താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ 2 കോളംസ് വരുന്നത്, ഒന്ന് സയന്റിസ്റ്റും അതുപോലെ ആ സയന്റിസ്റ്റിന്റെ എവല്യൂഷൻ ഓഫ് ലൈഫിൽ വരുന്ന കോൺട്രിബ്യൂഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓർഡർ കണ്ടുപിടിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ സയന്റിസ്റ്റ് പറയുന്നത് തോമസ് മാൽത്യൂസ് ആണ്. തോമസ് മാൽത്യൂസ് വന്നിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് മൂലം നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആയി വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് ചാൾസ് ഡാർവിൻ ആണ്. ചാൾസ് ഡാർവിൻ വന്നിട്ട് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൺസെപ്റ്റ് ആണ് എവല്യൂഷൻ ഓഫ് ലൈഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ വരുന്നത് ജീൻ ബാപ്സെ ലാമാർക്ക് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 1 Qയും അതുപോലെ 2 Rഉം 3 Pയും ആണ്. അപ്പോൾ ഇത് ഈ ഒരു ഓർഡറിൽ വരുന്ന ഓപ്ഷൻ പറയുന്നത് 4th ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ 4th 1 Q 2 R 3 P വരുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. തോമസ് മാൽത്യൂസ് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് കോസസ് നാച്ചുറൽ റിസോഴ്സസ് ടു ബിക്കം ലിമിറ്റഡ് പറഞ്ഞ കോൺട്രിബ്യൂഷൻ ആണ് പറഞ്ഞത്. പിന്നെ വരുന്നത് ചാൾസ് ഡാർവിൻ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസും ജീൻ ബാപ്സെ ലാമാർക്ക് പറഞ്ഞിട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ താഴെ ഒരു സ്റ്റേറ്റ്മെന്റും റീസണും തന്നിട്ടുണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. The round coat seen in some cattle and horses is an example of co-dominance. ചില കാറ്റിൽസിലും ഹോസസിലും കാണുന്ന റോൺ കോട്ട് പറയുന്ന കളേഴ്സിന്റെ ഒരു മിക്സ്ചർ അത് പറയുന്നത് കോ ഡൊമിനൻസിന്റെ എക്സാമ്പിൾ ആണെന്നാണ്. കോ ഡൊമിനൻസ് പറഞ്ഞാൽ രണ്ട് പാരൻസിന്റെയും സിമിലാരിറ്റീസ് ഈക്വൽ ആയിട്ട് കാണിക്കുന്നതിനെയാണ് കോ ഡൊമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. പിന്നെ റീസൺ എന്താ നോക്കാം. The allele for the dominant trait cannot completely mask the allele for the recessive trait. അതായത് ഡൊമിനന്റ് ട്രേറ്റിന്റെ അല്ലീൽ വന്നിട്ട് റിസസീവ് ട്രേറ്റിന്റെ അല്ലീലിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്ക് ചെയ്യാൻ കഴിയില്ല. ഡൊമിനന്റ് ട്രേറ്റ് പറഞ്ഞാൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ട്രേറ്റിനെയാണ് ഡൊമിനന്റ് ട്രേറ്റ് പറയുന്നത്. റിസസീവ് ട്രേറ്റ് പറഞ്ഞാൽ കുറച്ച് വീക്കർ ആയിട്ടുള്ള ട്രേറ്റിനെയാണ് റിസസീവ് ട്രേറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഡൊമിനന്റ് ട്രേറ്റിന്റെ അല്ലീലിനെ റിസസീവ് ട്രേറ്റിന്റെ അല്ലീലിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് റീസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണെന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ബട്ട് ദ റീസൺ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് പക്ഷെ റീസൺ കറക്റ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് പക്ഷെ റീസൺ പറയുന്നത് ഇൻകറക്റ്റ് ആണ്. നാലാമത്തെ വന്നിട്ട് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റും റീസണും ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വന്നിട്ട് സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ്. കാരണം ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നതും റീസണിലും പറയുന്നതും ട്രൂ ആണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താ നോക്കാം. ഇൻ റോൺ കോട്ട് ബോത്ത് അല്ലീൽസ് എക്സ്പ്രസ് themselves simultaneously which is codominance. The reason correctly explains that neither allele can completely mask the other. അതായത് റോൺ കോട്ടിൽ 2 അല്ലീൽസും സൈമൾട്ടേനിയസ് ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കോ ഡൊമിനൻസ് ആണെന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 3. Which of the following is related to the process of transcription?
പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് DNA to mRNA ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് DNA to പ്രോട്ടീൻ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് mRNA to പ്രോട്ടീനും. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് mRNA to DNA ആണ്. അപ്പൊ ആദ്യം നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനകത്ത് എന്താ നടക്കുന്നത് ആദ്യം പഠിക്കാം. ഇപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് ന്യൂക്ലിയസിലുള്ള DNA ടെംപ്ലേറ്റ്സിൽ നിന്നും mRNA ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ട്രാൻസ്ക്രിപ്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് DNA to mRNA ആണ്. അപ്പൊ നമ്മൾ പിക്ചറിൽ കൊടുത്ത പോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ പറയുന്നത് DNA to mRNA അല്ലെങ്കിൽ RNA ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ദാറ്റ് ഈസ് DNA to mRNA. But transcription is the process where mRNA is formed from DNA template in the nucleus. അത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനകത്ത് ന്യൂക്ലിയസിൽ നിന്നുള്ള DNA ടെംപ്ലേറ്റ് മൂലം എന്തുണ്ടാവുന്നു? mRNA അത് DNA ടെംപ്ലേറ്റിൽ നിന്നും mRNA ഫോം ചെയ്യുന്നു എന്നാണ്. Question number 4. Identify characteristics of primates and choose the correct answer. അപ്പോൾ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും പ്രൈമേറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സിന് P വന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താ പറയുന്നത് വെച്ചാൽ ദ തം വിൽ നോട്ട് ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് തം ഫിംഗർ വന്നിട്ട് മറ്റു ഫിംഗറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കില്ല എന്നാണ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് Q പറയുന്നത് ബൈനോക്കുലർ ട്രൈ ഡയമെൻഷണൽ വിഷൻ, അതായത് ഈ പ്രൈമേറ്റ്സിന് ബൈനോക്കുലർ വിഷൻ ആണ് ഉള്ളതെന്നാണ്. പിന്നെ 6 പറയുന്നത് ലിവ് ഇൻ ഗ്രൂപ്പ്സ് ആണ്, അവർ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ P, Q and R are correct. സെക്കൻഡ് ഓപ്ഷൻ Q and R are correct. തേർഡ് ഓപ്ഷൻ P and Q are correct. ഫോർത്ത് ഓപ്ഷൻ ഓൺലി R is correct. അപ്പോൾ പ്രൈമേറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വന്നിട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പൊ ഇതില് പ്രൈമേറ്റ്സിന്റെ തം ഫിംഗർ വന്നിട്ട് മറ്റു ഫിംഗേഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഉള്ളത്. അപ്പൊ P പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് തെറ്റാണ്. പിന്നെ വരുന്നത് പ്രൈമേറ്റ്സിന് ബൈനോക്കുലർ വിഷൻ ആണ് ഉള്ളത്. പിന്നെ വരുന്നത് പ്രൈമേറ്റ്സ് ഗ്രൂപ്പ് ആയിട്ടാണ് ലീവ് ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് Q and R കറക്റ്റ് എന്നാണ്. അതായത് P പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രൈമേറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ബാക്കി രണ്ടും പ്രൈമേറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ സെക്കൻഡ് ഓപ്ഷൻ Q and R are correct. Primates have binocular vision and live in groups. The thumb is in opposite direction, so P is incorrect. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 മുതൽ 11 വരെ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ മാർക്സ് പറയുന്നത് 2 ആണ്. അതായത് 7 ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഉണ്ടാവും. അതിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ 14 മാർക്സ് ആണ് വരുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എയും ബിയും ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുക വെച്ചാൽ ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ താഴെ ഒരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇത് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കംപ്ലീറ്റ് എ ആൻഡ് ബി. അപ്പോൾ ഈ ഒരു പിക്ചറിനകത്ത് നമുക്ക് എ പറഞ്ഞൊരു ബോക്സും കാണുന്നുണ്ട്, ബി പറഞ്ഞ ബോക്സും കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ബോക്സും കംപ്ലീറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി F1 പ്ലാന്റ്, അതായത് ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന പ്ലാന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ്. അപ്പൊ ഇതില് എ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ടോൾ ആൻഡ് റൗണ്ട് സീഡറിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ടോളിന് ടിയും അതുപോലെ റൗണ്ടിന് R ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ TTRR പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. അത് ടോൾ ആയതുകൊണ്ട് ക്യാപ്സിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ദ്വാഫ് ആൻഡ് റിങ്കിൾ സീഡഡ് ആണ്. അപ്പൊ അതിന് നമുക്ക് സ്മോൾ ലെറ്റർ TT സ്മോൾ ലെറ്റർ RR ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ബിയിലോട്ട് പോകുന്നത്, അപ്പൊ എന്ന് വരുന്നത് ടി സ്മോൾ ലെറ്റർ TR ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ബി പറഞ്ഞ സെക്ഷനിലോട്ട് വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ T അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ R, അതായത് ടോൾ റൗണ്ടഡ് പറഞ്ഞാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ദ്വാഫ് റിങ്കിൾഡ് ആണ് വരുന്നത്. അപ്പൊ എന്റെ ആൻസർ എന്താണെന്ന് നോക്കാം.
ഇപ്പൊ എ പറയുന്നത് TTRR, അതായത് ഡ്വാർഫ് റിംഗ്ഡ് സീഡറിനെ നമ്മൾ സ്മോൾ ലെറ്റർ TTRR ആയിട്ടാണ് കൊടുക്കുന്നത്, ഡ്വാർഫ് റിംഗ്ഡ് സീഡർ എന്ന്. പിന്നെ ബി പറഞ്ഞ ഓപ്ഷന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്മോൾ ലെറ്റർ TR വരുന്നത്. അപ്പൊ നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ ടിയും ക്യാപിറ്റൽ ലെറ്റർ ആർ, അതായത് ടോൾ റൗണ്ടഡ് സീഡാണ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. F1 ജനറേഷനിൽ വരുന്ന പ്ലാന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ F1 ജനറേഷനിൽ വന്നിട്ട് ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് പ്ലാന്റ് ആണ് നമുക്ക് കിട്ടുക. അതായത് ഡൊമിനന്റ് ട്രേറ്റ്സ് മാത്രം അവിടെ കാണിക്കുകയുള്ളൂ. ഫസ്റ്റ് ജനറേഷനിൽ റിസസീവ് ട്രേറ്റ്സ് അവിടെ മാസ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് ആണ് നമുക്ക് ലഭിക്കുന്നത്. എന്റെ റീസൺ എന്ന് വെച്ചാൽ F1 ജനറേഷൻ ഷോസ് ഡൊമിനന്റ് ട്രേറ്റ്സ് tall, height and round seeds. Question number 5, B section. Observe the illustration and answer the questions. താഴെ തന്നിരിക്കുന്ന illustration observe ചെയ്യുക, എന്നിട്ട് question ആൻസർ ചെയ്യുക. അപ്പോൾ ഇതാണ് illustration. ഇതിൽ X അതുപോലെ Y വന്നിട്ട് രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അണ്ടറിൽ വരുന്ന questions എന്താണെന്ന് നോക്കാം. First one, identify and name the RNA X and Y. അപ്പോൾ ഈ എക്സും വൈയും പറയുന്ന RNAs ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നെയിം ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൺ ഫംഗ്ഷൻ ഓഫ് വൈ. എക്സിന്റെയും വൈന്റെയും ഓരോ ഫംഗ്ഷൻസ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കാണുന്ന എക്സ് പറയുന്നത് mRNA ആണ്, അതായത് മെസഞ്ചർ RNA ആണ്. അതുപോലെ വൈ പറയുന്നത് tRNA ആണ്, അതായത് ട്രാൻസ്ഫർ RNA ആണ്. ഇനി മെസഞ്ചർ RNAന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് വന്നിട്ട് ജനറ്റിക് ഇൻഫർമേഷൻ DNA-യിൽ നിന്നും റൈബോസോമിലോട്ട് ക്യാരി ചെയ്യാൻ ചെയ്യുന്നത്. അത് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ക്യാരി ചെയ്യുന്നത്. പിന്നെ വരുന്നത് yRNA ആണ്. ട്രാൻസ്ലേഷൻ സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് റൈബോസോമിന് ട്രാൻസ്ഫർ ചെയ്യാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഫസ്റ്റ് വൺ, X equal to mRNA, that is messenger RNA. Y equal to tRNA, that is transfer RNA. mRNA carries genetic messages. tRNA transfers amino acids. Second question answer. X, that is mRNA, carries genetic information from DNA to ribosomes for protein synthesis. Y, that is tRNA, transfers specific amino acids to ribosomes during translation. Question number 6. The electric charge on each side of the plasma membrane of a nerve cell is illustrated below. Analyze it and answer the questions. ഇപ്പോൾ താഴെ ഒരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു നെർവ് സെല്ലിന്റെ അകത്ത് കാണുന്ന പ്ലാസ്മ മെംബ്രെയിന്റെ രണ്ട് സൈഡിലുള്ള ഇലക്ട്രിക് ചാർജസ് ആണ്. അപ്പോൾ ഈ ഒരു ഇലിസ്ട്രേഷൻ അനലൈസ് ചെയ്തിട്ട് താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. What changes occur in this state when stimulated? നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു പോസിറ്റീവ് അയൺ ഈ ഒരു നെർവിനകത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്ലാസ്മ മെമ്പറിന്റെ ഇൻസൈഡിലുള്ള ചാർജസ് ടെമ്പററി ആയിട്ട് നെഗറ്റീവ് നിന്ന് മാറി പോസിറ്റീവ് ആവുകയാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. അതാണ് അവിടെ വരുന്ന ഒരു ചേഞ്ച്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. How does this change result in the transmission of impulses? ഈ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷനിൽ റിസൾട്ട് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ചാർജ് ചേഞ്ച് കാരണം ഇത് വന്നിട്ട് ഒരു നെർവ് ഇമ്പൾസ് ആയിട്ട്, ഈ ചാർജ് ചേഞ്ച് വന്നിട്ട് ഒരു നെർവ് ഇമ്പൾസ് ആയിട്ട് ന്യൂറോൺസിലൂടെ ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ആൻസർ. Positive ions enter the cell, making the inner side temporarily positive. That is, stimulation causes depolarization, charge reversal. Second question answer നോക്കാം. The charge change travels along the neuron as nerve impulse. The electrical disturbance moves from one point to another along the axon. Question number 7. അപ്പോൾ 7th ക്വസ്റ്റ്യന് രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എയും ബിയും ആയിട്ട്. അതിൽ എ സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The diversity in the beaks of the finches on the Galapagos Islands help them survive. Explain this using the indicators given below. അതായത് ഗലപ്പാഗോസ് ഐലൻഡിലുള്ള ഫിഞ്ചസിന്റെ ബീക്സിലുള്ള ഡൈവേഴ്സിറ്റി വന്നിട്ട് അവരെ അവിടെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു.
അപ്പോൾ ഇത് വന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ റീസൺ ഫോർ ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ബീക്സ് ഓഫ് ഫിഞ്ചസ്. ഫിഞ്ചസിന്റെ ബീക്സിന്റെ ഡൈവേഴ്സിറ്റിന്റെ കാരണം. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ പറയുന്നത് അവരുടെ സർവൈവലും റീപ്രൊഡക്ഷനുമാണ്. അപ്പോൾ ഗലപ്പാഗോസിലുള്ള ഫിഞ്ചസിന്റെ ബീക്കിൽ പല ഡൈവേഴ്സിറ്റിയും ഉണ്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് ഐലൻഡിലുള്ള ഡിഫറെന്റ് ഫുഡ് സോഴ്സസ് അവർ ശേഖരിക്കുന്നതിന്റെ മൂലമാണ് അവരുടെ ബീക്കിന് ഷേപ്പും സൈസും ഒക്കെ വേരിയേഷൻസ് വന്നത്. പിന്നെ രണ്ടാമത്തെ വന്നിട്ട് സർവൈവലും റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിഞ്ചസ് ഉണ്ടെങ്കിൽ, ഫിഞ്ചസിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ബീക്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡിന്റെ അവൈലബിലിറ്റി കൂടുതലുമാണ്, അവരാണ് ബെറ്റർ ആയിട്ട് സർവൈവ് ചെയ്യുന്നതും അതിൽ അവർക്കാണ് റീപ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രേറ്റ്സ് വന്നിട്ട് അവരുടെ ഓഫ്സ്പ്രിങ്ങിന് കൂടുതൽ പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന പ്രോസസ്സ് വരുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: റീസൺ ഫോർ ബീക്ക് ഡൈവേഴ്സിറ്റി, that is different food sources in different islands, led to variation in beak shape and size. Survival and reproduction: finches with beaks suitable for available food survived better and reproduced more, passing these traits to offspring. That is, natural selection favored beaks adapted to specific food sources. Next നമ്മൾ 7th ക്വസ്റ്റ്യൻ്റെ ബി സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Although Darwin's theory of natural selection was criticized because he did not understand the genetic basis of variation, it later gained wider acceptance. Explain this statement based on the findings of Neo-Darwinism. Darwin's theory of natural selection ജനറ്റിക് വേരിയേഷനിൽ വരുന്ന ജനറ്റിക് ബേസിസ് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറെ ക്രിട്ടിസൈസും ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് ഇത് വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് നിയോ ഡാർവിനിസത്തിന്റെ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഡാർവിനിസം തിയറി വന്നിട്ട് വേരിയേഷനിൽ ഉണ്ടാവുന്ന ജനറ്റിക് ബേസിസ് എന്താണെന്ന് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിയോ ഡാർവിനിസം തിയറി വന്നതോടെ അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോമസോംസ്, ജീൻസ്, ജനറ്റിക് റീകോമ്പിനേഷനെ കുറിച്ചിട്ട് കൂടുതൽ നോളേജ് ഇതിനകത്ത്, അല്ലെങ്കിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഇതിനെ കുറിച്ചിട്ട് ഈ നിയോ ഡാർവിനിസത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോപ്പുലേഷൻ ജനറ്റിക്സിൽ നിന്നും അതുപോലെ മോളിക്കുലാർ ബയോളജിയിലുള്ള എവിഡൻസിൽ നിന്നൊക്കെ ഈ ഒരു വേരിയേഷന്റെ ജനറ്റിക് ബേസിസിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Darwin's theory was criticized because he couldn't explain the genetic basis of variation. Neo-Darwinism strengthened this theory by adding Mendel's genetic discoveries explaining inheritance, understanding of chromosomes, genes, and genetic recombination, evidence from population genetics and molecular biology. Question number 8. The genetic structure of a person is given below. Analyze it and answer the questions. ഒരു പേഴ്സന്റെ ജനറ്റിക് സ്ട്രക്ചറാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അനലൈസ് ചെയ്തിട്ട് അതിനുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഡു 44 ആൻഡ് എക്സസ് ഇൻഡിക്കേറ്റ്? 44ഉം എക്സസും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 44 പറയുന്നത് സൊമാറ്റിക് ക്രോമസോംസ് ആണ്. അതുപോലെ എക്സസ് പറയുന്നത് സെക്സ് ക്രോമസോം ആണ്. ഈ 44 റെപ്രസെന്റ് ചെയ്യുന്നത് 22 പെയർസ് ഓഫ് ബോഡി ക്രോമസോം ആണ്. എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫീമെയിൽ സെക്സ് ക്രോമസോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈസ് ദിസ് പേഴ്സൺ മെയിൽ ഓർ ഫീമെയിൽ? വൈ? അപ്പോൾ ഈ ഒരു പേഴ്സൺ മെയിൽ ആണോ ഫീമെയിൽ ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ തീർച്ചയായും ഇത് ഫീമെയിൽ ആണ്. കാരണം എക്സസ് ക്രോമസോം ആണ് ഇതിനകത്ത് നമുക്ക് കാണുന്നത്. ഡബിൾ എക്സ് ക്രോമസോം വന്നു കഴിഞ്ഞാൽ അതൊരു ഫീമെയിൽ സെക്സ് ആണ് വരുന്നത്. മെയിൽസ് ആണെങ്കിൽ XY ക്രോമസോം ആണ് ഉണ്ടാവുന്നത്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് വൺ ആൻസർ: 44 equal to somatic chromosomes, XS equal to sex chromosomes. 44 represents 22 pairs of body chromosomes, XS represent female sex chromosome. Second one answer: female, because XS chromosomes determine female sex. Males have XY, females have XS chromosome combination. Question number 9. Observe the illustration and write answers to the questions. താഴെ കൊടുത്തിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ ഒബ്സർവ് ചെയ്തിട്ട്
അതിനുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഇസ് ഇൻഡിക്കേറ്റഡ് ഹിയർ. അപ്പോൾ നമുക്കൊരു ഇലിസ്ട്രേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് തിയറി ഓഫ് എവല്യൂഷൻ ആണ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. അതുപോലെ ഈ ഒരു തിയറി ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ ഒരു വേരിയേഷൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ വേരിയേഷനിലുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്. അപ്പോൾ നമ്മുടെ ഇലിസ്ട്രേഷൻ വന്നിട്ട് ഓവർ പ്രൊഡക്ഷനിൽ നിന്നും സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു തിയറി ഓഫ് എവല്യൂഷൻ വന്നിട്ട് നാച്ചുറൽ സെലക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തത് ഡാർവിനാണ്. ഈ ഒരു വേരിയേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ വേരിയേഷൻസ് വന്നിട്ട് നാച്ചുറൽ സെലക്ഷനിലൂടെ ഓർഗാനിസത്തിന് എൻവിറോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് വൺ ആൻസർ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ചാൾസ് ഡാർവിൻ. The illustration shows overproduction and struggle for existence. Second one answer. Variations help organisms survive in changing environments through natural selection. Favorable variations are selected by the nature for survival. Question number 10. Part of a scientific article about the evolution of life is given below. Read it and answer the questions. എവല്യൂഷൻ ഓഫ് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിളിൻ്റെ ഒരു പാർട്ടാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റീഡ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിളിൻ്റെ പാർട്ട് എന്താണെന്ന് നോക്കാം. റാൻഡം ചേഞ്ചസ് ഇൻ ജീൻസ് ദാറ്റ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഹാവ് എ മേജർ ഇമ്പാക്റ്റ് ഓൺ എവല്യൂഷൻ ഓഫ് ലൈഫ്. ജനറേഷൻ ടു ജനറേഷനിലായി പാസ് ചെയ്യുന്ന ജീൻസിൽ വരുന്ന റാൻഡം ചേഞ്ചസ് വന്നിട്ട് എവല്യൂഷൻ ഓഫ് ലൈഫിനെ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ജെനറ്റിക് പ്രോസസ് മെൻഷൻ ഇൻ ദ സയൻറ്റിഫിക് ആർട്ടിക്കിൾ. ഈ ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ജെനറ്റിക് പ്രോസസ്സ് എന്താണ്? അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് മ്യൂട്ടേഷൻ. ഹൗ ഡസ് ദിസ് പ്രോസസ് ഇൻഫ്ലുവൻസ് ദ എവല്യൂഷൻ ഓഫ് ലൈഫ്. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എവല്യൂഷൻ ഓഫ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആൻസർ മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ മ്യൂട്ടേഷൻ പറയുന്നത് ജീൻസിൽ വരുന്ന ഒരു സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വന്നിട്ട് എവല്യൂഷൻ ഓഫ് ലൈഫിൽ പുതിയ വേരിയേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം. സജസ്റ്റ് എനി ടു റീസൺസ് ദാറ്റ് ലീഡ് ടു ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിന് ലീഡ് ചെയ്യുന്ന 2 റീസൺസിന് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന 2 റീസൺസ് പറയുന്നത്, ഒന്ന് DNA റെപ്ലിക്കേഷനിൽ വരുന്ന എറേഴ്സ്, DNA റെപ്ലിക്കേഷൻ സമയത്ത് വരുന്ന എറേഴ്സ് ആണ്. പിന്നെ വന്നിട്ട് കെമിക്കൽസിന് അല്ലെങ്കിൽ റേഡിയേഷൻസിലൊക്കെ വരുന്ന എക്സ്പോഷർ ആണ്. അതായത് ഈ ഫാക്ടേഴ്സ് വന്നിട്ട് DNA സ്ട്രക്ചറിനെയാണ് കൂടുതലായിട്ട് ചേഞ്ചസ് വരുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് വൺ ആൻസർ മ്യൂട്ടേഷൻ. Sudden heritable changes in genes that create new variations for evolution. Mutation provide raw materials for natural selection. Second one answer, errors during DNA replication, exposure to chemicals or radiations. These factors can cause changes in DNA structure. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. ക്വസ്റ്റ്യൻ നമ്പർ 11, ഗീവ് ദ റീസൺ. അപ്പോൾ താഴെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ആണ് നമുക്ക് നൽകേണ്ടത്. താഴത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. വൈ ക്രോമസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ എംബ്രിയോ. മെയിൽ എംബ്രിയോയുടെ ഡെവലപ്മെന്റിന് മെയിനായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കുന്നത് വൈ ക്രോമസോം ആണ്. ഇപ്പോൾ വൈ ക്രോമസോമിനകത്താണ് SRY ജീന് ഉള്ളത്. അതാണ് ടെസ്റ്റിസ് ഡെവലപ്മെന്റ് ട്രിഗർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വൈ ക്രോമസോംസ് ആണ് മെയിൽ എംബ്രിയോന്റെ ഡെവലപ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ടോൾ റെഡ് ഷോർട്ട് വൈറ്റ് ക്രോസസ് പ്രൊഡ്യൂസിങ് ടോൾ വൈറ്റ് പ്ലാന്റ്സ്.
ടോൾ ആയിട്ടുള്ള റെഡ് പ്ലാന്റും അതുപോലെ ഷോർട്ട് ആയിട്ടുള്ള വൈറ്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടോൾ വൈറ്റ് പ്ലാന്റ്സ് ആണ് ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ റീസൺ ആണ് പറയേണ്ടത്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഗാമേറ്റ് ഫോർമേഷന് സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ജീൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടോൾ റെഡും അതുപോലെ ഷോർട്ട് വൈറ്റും ക്രോസ് ചെയ്യുന്ന സമയത്ത് ടോൾ വൈറ്റ് പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഫസ്റ്റ് വൺ ആൻസർ Y chromosomes contain SRY gene that triggers testis development. That is, SRY gene is the master switch for male development. Second one answer, independent assortment of genes during gamete formation. That is, genes for height and flower color separate independently, creating new combinations. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഇതിൽ വരുന്നത് 3 മാർക്കിൻ്റെയാണ്. അതായത് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 6 × 3 18 മാർക്സ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 12നെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എയും ബിയും ആയിട്ട്. അപ്പോൾ എ ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. താഴെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് In humans, different blood groups like A, B and O are seen. ഹ്യൂമൻസിൽ ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള എയും ബിയും ഒയും കാണപ്പെടുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണെന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ഇൻ ഹ്യൂമൻ സ്കിൻ കളർ ഇസ് നോട്ട് ഡ്യൂ ടു റേസ് ബട്ട് ഡ്യൂ ടു ജെനറ്റിക്സ്. ഹ്യൂമൻസിൽ കാണുന്ന ഡിഫറൻറ്റ് സ്കിൻ കളർ പറയുന്നത് റേസ് മൂലമല്ല, പകരം ജെനറ്റിക്സ് മൂലമാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അല്ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഐഡൻറ്റിഫൈ ദ ജെനറ്റിക് ഫിനോമിന റിലേറ്റഡ് ടു ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്ന ജെനറ്റിക് ഫിനോമിന എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്ന ഒരു ജെനറ്റിക് ഫിനോമിന പറയുന്നത് ഒന്ന് മൾട്ടിപ്പിൾ അലീലിസവും രണ്ടാമത് പോളിജെനിക് ഇൻഹെറിറ്റൻസും. അതായത് ബ്ലഡ് ഗ്രൂപ്പ്സിൻ്റെയും സ്കിൻ കളറിൻ്റെയും ബേസിലാണ് ഈ 2 ഫിനോമിന പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദീസ് ഫിനോമിന ഇൻ കണക്ഷൻ വിത്ത് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഫിനോമിന വന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ കണക്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അത് മൾട്ടിപ്പിൾ അലീലിസം പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ അലീലിസത്തിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത് 3 അലീൽസാണ്. പക്ഷേ ഓരോ ഇൻഡിവിജ്വലിനും 2 അലീൽസാണ് കാണപ്പെടുന്നത്. അതേസമയം പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ജീൻസ് ആണ്. ഇത് വന്നിട്ട് മെലാനിൻ പ്രൊഡക്ഷനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഫസ്റ്റ് വൺ ആൻസർ മൾട്ടിപ്പിൾ അലീലിസം ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻഡ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് സ്കിൻ കളർ. സെക്കൻഡ് വൺ മൾട്ടിപ്പിൾ അലീലിസം ABO blood group controlled by 3 alleles IA, IB, small letter I, but individual has only 2. Polygenic inheritance skin color controlled by multiple genes affecting melanin production. That is, blood groups show multiple alleles. Skin color shows polygenic inheritance. Question number 12ന്റെ B section ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Question എന്താ വെച്ചാൽ the topic of the seminar is genetics, the blueprint of life. Some hints for the presentation slides are given below. Give a short explanation for each of these. അപ്പോൾ ഒരു സെമിനാറിൻ്റെ ടോപ്പിക്കാണ് ഇവിടെ തന്നിരിക്കുന്നത് ജെനറ്റിക്സ് ദ ബ്ലൂ പ്രിൻ്റ് ഓഫ് ലൈഫ് എന്ന്. അപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ സ്ലൈഡാണ് അതിന് വേണ്ടി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ഹിൻസൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് എക്സ്പ്ലനേഷനാണ് ഓരോന്നിനും കൊടുക്കേണ്ടത്. അപ്പോൾ ഹിൻസൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ഹെറിഡിറ്ററിയും വേരിയേഷനാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ ഹെറിഡിറ്ററി പറയുന്നത് പാരൻസിൽ നിന്നും ഓസ്പ്രിങ്ങിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രെയ്റ്റ്സ് ആണ്. വേരിയേഷൻ എന്ന് പറയുന്നത് പാരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ് ഷോ ചെയ്യുന്ന ഡിഫറൻസസ് ആണ്. നെക്സ്റ്റ് ഹിൻ്റ് എന്താണെന്ന് നോക്കാം. ജീൻ ആൻഡ് അല്ലീലാണ്. ഇപ്പോൾ ജീൻ പറയുന്നത് ഒരു ട്രെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള DNA സീക്വൻസ് ആണ്. അതേസമയം അല്ലീൽസ് പറയുന്നത് സെയിം ജീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസുകളാണ്. ഇനി മൂന്നാമത്തെ ഹിൻ്റ് എന്താണെന്ന് നോക്കാം. ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് പറയുന്നത് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതേസമയം ജീനോടൈപ്പ് പറയുന്നത് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് വന്നിട്ട് ട്രെയ്റ്റ്സിന് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നുകൂടി ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഫസ്റ്റ് വൺ
Hereditary is a transmission of traits from parents to offspring. Variation refers to differences shown by offspring from parents. Second hint, gene is specific DNA sequence controlling a trait. Alleles are different forms of the same gene. Third hint, phenotype is observable characteristics while genotype is genetic constitution responsible for traits. Question number 13. അപ്പോൾ 13th ക്വസ്റ്റ്യനും രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എയും ബിയും ആയിട്ട്. എ അല്ലെങ്കിൽ ബി എന്ന് നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഒരു എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അനലൈസ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പിക്ചർ അനലൈസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനും എന്താണ് പിക്ചറാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന പിക്ചറിൽ എക്സ് എന്ന് മാർക്ക് ചെയ്ത പാർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഹൗ ഈസ് ദ പാർട്ട് ഡിഫറെൻറ്റ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും ഈ പാർട്ട് എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ചോദ്യം. പിന്നെ അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് 3 ഫങ്ഷൻസ് ഓഫ് ദി പാർട്ട് എക്സ് എന്ന്. ഈ പാർട്ട് എക്സിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്ന എക്സ് പറഞ്ഞ പാർട്ട് പറയുന്നത് നെർവ് ഫൈബർ ആണ്. ഇത് വന്നിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മൈലിൻ ഷീറ്റ് ഇല്ലാതെയാണ് കാണുക. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് മൈലിൻ ഷീറ്റ് കവർ ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നും ബ്രെയിനിലോട്ടും മെസ്സേജസ് ക്യാരി ചെയ്യാനാണ്. പിന്നെ വന്നിട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി നെർവസ് സിസ്റ്റം കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഫസ്റ്റ് വൺ, എക്സ് എന്ന് പറയുന്നത് നെർവ് ഫൈബർ ആണ്. അപ്പോൾ ഇൻ CNS നോ മൈലിൻ ഷീറ്റ്, ഇൻ PNS CNS പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. അതുപോലെ PNS പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. ഇൻ PNS കവേർഡ് ബൈ മൈലിൻ ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്മിറ്റ്സ് നെർവ് ഇമ്പൾസസ്, കണക്ട്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം, ക്യാരീസ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ബ്രെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 13 ബി സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ദ സ്ട്രക്ചർ ഓഫ് എ സിനാപ്സി വിച്ച് ഈസ് ഫൗണ്ട് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 നെർവ് സെൽ ഈസ് ഇലുസ്ട്രേറ്റഡ്. ഒബ്സർവ് ദിസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. രണ്ട് നെർവ് സെൽസിൻ്റെ ജംഗ്ഷനിൽ കാണപ്പെടുന്ന സിനാപ്സി പറയുന്ന സിനാപ്സിയുടെ സ്ട്രക്ചറാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. ഇത് ഒബ്സർവ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് പി റെപ്രസെൻറ്റ്? വാട്ട് ഇസ് എ ജനറൽ നെയിം ഫോർ കെമിക്കൽ സീൻ ഹിയർ? അപ്പോൾ ഇവിടെ പി എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇവിടെ കാണപ്പെടുന്ന കെമിക്കലിൻ്റെ ജനറൽ നെയിം എന്താണ്? അപ്പോൾ ഇവിടെ പീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിനാപ്റ്റിക് വെസിക്കിളാണ്. അതിൻ്റെ ജനറൽ നെയിം പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് കൺട്രോൾ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്? നെർവ് ഇമ്പൾസസിൻ്റെ സ്പീഡും ഡയറക്ഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാർട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ സിനാപ്സി വന്നിട്ട് 1 വേ ട്രാൻസ്മിഷൻ ആണ് നടത്തുന്നത്. ഇത് വന്നിട്ട് ഇമ്പൾസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അതായത് കെമിക്കൽ ട്രാൻസ്മിഷനിലൂടെ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ ആൻസർ നോക്കാം. ഇൻ ഹ്യൂമൻസ് ഹൗ ഡസ് ദിസ് പാർട്ട് ഇംപ്രൂവ് ബ്രെയിൻ ഫങ്ഷൻ എഫിഷ്യൻസി? ഹ്യൂമൻസിൽ ഇത് എങ്ങനെയാണ് ബ്രെയിനിൻ്റെ ഫങ്ഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നത്? ഇപ്പം അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ സിനാപ്സസ് വന്നിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇത് വന്നിട്ട് തിങ്കിങ്, ലേണിംഗ് പോലത്തെ ഫങ്ഷൻസിനെ എനേബിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബ്രെയിൻ ഫങ്ഷനാലിറ്റിയുടെ എഫിഷ്യൻസി ഈ ഒരു പാർട്ട് ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, പി ഈക്വൽ ടു സിനാപ്റ്റിക് വെസിക്കിൾ, ജനറൽ നെയിം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. Second one answer, synapse allows one-way transmission and increases impulse speed through chemical transmission. Third one answer, multiple synapses create complex neural networks enabling high cognitive functions like thinking and learning. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question number 14. Observe the illustration of a chromosome given below and answer the questions. അപ്പോൾ താഴെ ഒരു ക്രോമസോമിൻ്റെ ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഒബ്സർവ് ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനും ഇലിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഇതാണ് ഇലിസ്ട്രേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് PNQ. PNQ ഇവിടെ ലേബിൾ ചെയ്തതിൻ്റെ ആ പാർട്സിൻ്റെ നെയിമാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്.
അപ്പോൾ പി പറയുന്നത് ക്രോമാറ്റിഡ് ആണ്, അതുപോലെ ക്യൂ പറയുന്നത് സെൻട്രോമിയർ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ സ്ട്രക്ചർ ഷോൺ ഇൻ ദ ഡയഗ്രാം ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് DNA ആൻഡ് പ്രോട്ടീൻസ്? DNA അതുപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെയും കോമ്പിനേഷൻ മൂലം ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ DNA വന്നിട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ റൗണ്ടിൽ വൈൻഡ് ചെയ്തിട്ട് ന്യൂക്ലിയോസോംസ് ആണ് ഫോം ചെയ്യുന്നത്. ഇതുപോലത്തെ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് കോയിൽ വന്നിട്ട് കോയിൽ ചെയ്തിട്ടും അതുപോലെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുമാണ് ഒരു ക്രോമസോം സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ, ഫസ്റ്റ് വൺ ആൻസർ, P equal to chromatid, Q equal to centromere. Chromatids are identical copies joined at centromere. Second question answer, DNA winds around histone proteins forming nucleosomes. Multiple nucleosomes coil and pack together to form chromosome structure. Histone proteins help compact long DNA into chromosome. Question number 15. Redraw the diagram and label the following parts. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം റീഡ്രോ ചെയ്തിട്ട് പാർട്സ് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം വരുന്നത്. അതുപോലെ ഇത് വീണ്ടും ഡ്രോ ചെയ്തിട്ട് ഈ താഴെ പറയുന്ന പാർട്സ് മാർക്ക് ചെയ്യണം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ പാർട്ട് ദാറ്റ് കണ്ടെയ്ൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ട് ഏതാണ്? അപ്പോൾ ഇത് സിനോപ്റ്റിക് നോബാണ്. അപ്പോൾ നമ്മൾ റീഡ്രോ ചെയ്യുന്ന പിക്ചറിൽ ഇത് അടയാളപ്പെടുത്തണം. രണ്ടാമത്തെ വന്നിട്ട് ഷോർട്ട് തിൻ ഫൈബർ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ സെൽ ബോഡിയിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഷോർട്ട് ആയിട്ടുള്ള തിൻ ഫൈബർ എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ഡെൻഡ്രൈറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് പാർട്സും നമ്മൾ ഇനി റീഡ്രോ ചെയ്യുന്ന ഡയഗ്രാമിനകത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ റീഡ്രോ ചെയ്യുമ്പോൾ ഡയഗ്രാം എങ്ങനെ വരിക നോക്കാം. അപ്പോൾ ഇതിൽ ഡെൻഡ്രൈറ്റും അതുപോലെ തന്നെ സിനോപ്റ്റിക് നോബും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വണ്ണിൻ്റെ പാർട്ട് ഏതാണെന്ന് നോക്കാം. അത് സിനാപ്റ്റിക് നോബാണ്. സെക്കൻഡ് വൺ പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. എക്സ്പ്ലെയിൻ ഹൗ ദ ഫോസിൽസ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം സപ്പോർട്ട് ദ ഐഡിയ ഓഫ് എവല്യൂഷൻ. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ഫോസിൽസ് എങ്ങനെയാണ് ഐഡിയ ഓഫ് എവല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നത് ആർക്കോപ്റ്ററിക്സ് ആണ്. ആർക്കോപ്റ്ററിക്സിൻ്റെ ഫോസിൽസ് എന്താണ് ഷോ ചെയ്യുന്നത് വെച്ചാൽ റെപ്റ്റൈൽസും ബേർഡ്സിനും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ അവ തമ്മിലൊരു എവല്യൂഷണറി ലിങ്ക് ഉണ്ട് എന്നാണ്. പിന്നെ വരുന്നത് ഡൈനോസേഴ്സ് ആണ്. ഡൈനോസേഴ്സിൻ്റെ ഫോസിൽസ് എന്താ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ ഡൈനോസേഴ്സിനെ പോലത്തെ കുറേ സ്പീഷ്യസ് പാസ്റ്റിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ ഒരു കാലഘട്ടത്തിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് കാണപ്പെടാതെ പോയിരിക്കുകയാണെന്നും ആണ് ഷോ ചെയ്യുന്നത്. ഇത് വന്നിട്ട് എവല്യൂഷണറി ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. മൂന്നാമത് വരുന്നത് ഹോസസ് ആണ്. അപ്പോൾ ഹോസസിൻ്റെ ഫോസിൽ വന്നിട്ട് ഫോസിൽ സീക്വൻസ് എന്താ ഷോ ചെയ്യുന്നത് വെച്ചാൽ അതായത് ഹോസസ് പണ്ട് ഹോസസിൻ്റെ ആൻസസ്റ്റേഴ്സ് പണ്ട് സ്മോൾ ആയിരുന്നു. പിന്നീടാണ് മോഡേൺ ഹോസസ്, അത് ലോങ്ങർ ലെഗ്സ് ഉള്ള മോഡേൺ ഹോസസ് ആയിട്ട് മാറിയെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, ഫസ്റ്റ് വൺ ആൻസർ, shows characteristics of both reptiles and birds, proving evolutionary link between them. Second one answer, prove that many species existed in past and became extinct, showing evolutionary change. Third one answer, fossil sequence shows gradual evolution from smaller ancestors to modern horses with longer legs. Question number 17. കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ അപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ താഴെ ഒരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇലിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പാർട്സ് ഐ അതുപോലെ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ പറയുന്നത് ഏതൊക്കെയാണ്, അതുപോലെ തേർഡ് വണ്ണിൻ്റെയും ഫോർത്ത് വണ്ണിൻ്റെയും ഫങ്ഷൻസ് എന്താണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പാർട്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് 1, 2, 3, 4 വന്നിട്ട് 4 ഓപ്ഷൻ സെക്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സെർബെല്ലോ ആണ്. സെക്കൻഡ് വൺ പറയുന്നത് പോൺസ് ആണ്. തേർഡ് വൺ പറയുന്നത് ഇനി ഓരോ ഈ സെർബെല്ലത്തിൻ്റെ ഫങ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ പോൺസിൻ്റെ ഫങ്ഷൻസ് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ മെഡില ഒബ്ലങ്കറ്റിൻ്റെ ഫങ്ഷനും നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യം പാർട്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ പറയുന്നത് സെർബെല്ലും സെക്കൻഡ് വൺ പറയുന്നത് പോൺസും ആണ്. ഇനി തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ തേർഡ് വൺ പറയുന്നത് എന്താണ്, സെക്കൻഡ് വണ്ണായ പോൺസിൻ്റെ ഫങ്ഷനാണ് പറയുന്നത്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ മസ്കുലർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് വൺ ആയിട്ടുള്ള എന്താ പറയുന്നത് വെച്ചാൽ മെഡില ഒബ്ലങ്കേറ്റയുടെ
ഫംഗ്ഷനാണ് എഴുതാൻ പറയുന്നത്. മെഡുല ഒബ്ലിംഗേറ്റ വന്നിട്ട് ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യും, അതുപോലെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യും, പിന്നെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ഒക്കെ മെഡുല ഒബ്ലിംഗേറ്റയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് എൻ്റെ ആൻസർ ആണ്. എയിൽ ഫസ്റ്റ് വൺ പറയുന്നത് സെർബെല്ലും സെക്കൻഡ് വൺ പറയുന്നത് പോൺസും ആണ്. ഇനി ബിയിൽ പറയുന്നത് തേർഡും ഫോർത്തും ആണ് നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻസ് എഴുതുന്നത്. തേർഡ് പറഞ്ഞാൽ സെക്കൻഡ് വൺ ആയിട്ടുള്ള പോൺസിൻ്റെ ഫംഗ്ഷനാണ് എഴുതുന്നത്, അതായത് മെയിൻറ്റെയിൻ ബോഡി ബാലൻസ് ആൻഡ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ്. പിന്നെ ഫോർത്ത് വൺ പറയുന്നത് മെഡുല ഒബ്ലിംഗേറ്റൻ്റെ ഫംഗ്ഷനാണ്, അതായത് കൺട്രോൾസ് ദ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് ആൻഡ് അതർ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് വന്നിട്ട് 4 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇത് 2 സെക്ഷനായിട്ട് വരുന്നത് എയും ബിയും. നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ 4 മാർക്കിൻ്റെ. അപ്പോൾ ഇത് എ സെക്ഷൻ ഏതാണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ഇലിസ്ട്രേഷന് ഒബ്സർവ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇലിസ്ട്രേഷനും അതിൻ്റെ ക്വസ്റ്റ്യൻസും. അല്ല, ആദ്യം പറയുന്നത് വാട്ട് ഡസ് ദ ഇലിസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്. ഇതിൽ തന്നിരിക്കുന്ന ഇലിസ്ട്രേഷൻ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡബിൾ ഹെലിക്സ് DNA സ്ട്രക്ചറാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി മോളിക്യൂൾസ് ലേബിൾഡ് എക്സ്. അപ്പോൾ ഈ ഒരു DNA സ്ട്രക്ചറിൽ എക്സ് പറഞ്ഞ് ലേബിൾ ചെയ്തിരിക്കുന്ന മോളിക്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താണ്. അപ്പോൾ അവിടെ എക്സ് പറഞ്ഞ് ലേബിൾ ചെയ്യുന്ന മോളിക്യൂൾ പറയുന്നത് ഫോസ്ഫേറ്റ് ആണ്. ഇത് വന്നിട്ട് ന്യൂക്ലിയോടൈഡ്സിനെ ലിങ്ക് ചെയ്യാൻ ഉള്ള ബോൺസ് ആണ് ഫോം ചെയ്യുന്നത്. തേർഡ് വന്നിട്ട് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് വൈ ആൻഡ് സെഡ്. വൈ ആൻഡ് സെഡിൻ്റെ നെയിം ഐഡൻറ്റിഫൈ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൗ ഈസ് വൈ ഡിഫറെൻറ്റ് ഇൻ DNA ആൻഡ് RNA. RNAയിലും DNAയിലും വൈ എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വൈ പറയുന്നത് ഷുഗറാണ്, അതായത് ഡീഓക്സി റൈബോസ് ഇൻ DNA. പിന്നെ വരുന്നത് സെഡാണ്, അത് വന്നിട്ട് നൈട്രജൻ ബേസ് ആണ്. അപ്പോൾ DNA-യിലും RNA-യിലും വരുന്ന വൈ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ DNA-യിൽ വന്നിട്ട് ഡീഓക്സി റൈബോസ് ഷുഗർ ഉണ്ട്, അതേസമയം RNA-യിൽ റൈബോസ് ഷുഗർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് വൺ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. സെക്കൻഡ് വൺ ഫോസ്ഫേറ്റ് ഫോംസ് ബോൺസ് ലിങ്കിങ് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. തേർഡ് വൺ വൈ ഷുഗർ, ദാറ്റ് ഈസ് ഡീഓക്സി റൈബോസ് ഇൻ DNA. സെറ്റ് നൈട്രജൻ ബേസ്. വൈ ഡിഫറൻസ് പറയുന്നത് DNA ഹാസ് ഡീഓക്സി റൈബോസ് ഷുഗർ, RNA ഹാസ് റൈബോസ് ഷുഗർ. DNA ഷുഗർ ലാക്സ് 1 OH ഗ്രൂപ്പ് കമ്പയർഡ് ടു RNA ഷുഗർ. ക്വസ്റ്റ്യൻ നമ്പർ 18 പാർട്ട് ബി ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ പ്രോസസ് ദാറ്റ് കോസസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം ഈസ് ഷോൺ ബിലോ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓർഗാനിസത്തിൽ വരുന്ന വേരിയേഷൻ്റെ കോസസിൻ്റെ ഒരു പ്രോസസ്സാണ് താഴെ തന്നിരിക്കുന്നത്. അത് നല്ലോണം ഒബ്സർവ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ബി സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മളോട് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ പ്രോസസ്. ഈ പ്രോസസ്സ് എന്താണ്. ഇൻ വിച്ച് സെൽ ഡിവിഷൻ ഡസ് ദിസ് പ്രോസസ് ടേക്ക് പ്ലേസ്. ഏത് സെൽ ഡിവിഷനിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു ഫിഗർ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒബ്സർവ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ആൻസർ എഴുതാൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ക്രോസിംഗ് ഓവർ പ്രോസസ്സാണ്. അപ്പോൾ ഇത് എവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് വന്നിട്ട് മിയോസിസിൻ്റെ ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് മിയോസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 18 ബി സെക്ഷനിലുള്ള സെക്കൻഡും തേർഡും ക്വസ്റ്റ്യനാണ് ഈ ഒരു സ്ലൈഡ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. സ്റ്റേജ് 1-ലും സ്റ്റേജ് 2-ലും നടക്കുന്ന ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേജ് 1-ൽ നടക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഹോമോലോഗസ് ക്രോമസോമിൻ്റെ പെയറിംഗ് ആണ്. സ്റ്റേജ് 2-ൽ നടക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ക്രോമാറ്റൈഡ്സ് തമ്മിലുള്ള ക്രോമസോം സെഗ്മെൻറ്റ്സിൻ്റെ എക്സ്ചേഞ്ച് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ ഡസ് ദിസ് പ്രോസസ് ലീഡ് ടു വേരിയേഷൻ. ഈ പ്രോസസ്സ് എങ്ങനെയാണ് വേരിയേഷനിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് അല്ലീൽസിൻ്റെ പുതിയ കോമ്പിനേഷനാണ് നടക്കുന്നത്. ഇത് വന്നിട്ട് പേരൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആയിരിക്കും ഓഫ് സ്പ്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് വേരിയേഷനെ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ സെക്കൻഡ് വൺ ആൻസർ സ്റ്റേജ് 1 പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം.
Stage 2, exchange of chromosome segments between chromatids. Third one answer, creates new combinations of alleles producing offspring with traits different from parents. Recombination of genetic material during crossing over. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.